ഓരോരുത്തരും തങ്ങളുടെ ജീവിതചര്യ കൊണ്ട് ഈ നടപടി പുസ്തകത്തിന് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കേണ്ട ബാധ്യതയുണ്ട്. വാക്ക് ശരീരമാകുന്നൊക്കെ പറയുന്ന ചില വിചാരങ്ങളുടെ മുഴക്കം അങ്ങനെയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുന്നതും അനുഭവപ്പെടേണ്ടതുമൊക്കെ. ഈ ഇൻക്ലൂസീവ് ആകാനായിട്ടുള്ള നമ്മുടെ ഒരു ക്ഷണത്തിനകത്ത് ഒന്നാമത്തെ ഒരു വിചാരം ഇങ്ങനെ അപൂർണതകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള, അപൂർണമായ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനായിട്ട് അവകാശമില്ലേ? ഈ അപൂർണതകളുടെ പേരിൽ അവർ പരിഹസിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾക്കുള്ളത്? ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. നടപടി പുസ്തകം ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് വായിക്കുന്നതല്ലായിരിക്കും. വിശേഷിച്ചും പിന്നെ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങുക. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അച്ചട്ടായിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിച്ച ഒരു സമൂഹത്തിൻ്റെ ആദിമ സഭാഗാത്രത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകമാണ്, ക്രോണിക്കിളാണ് ഈ നടപടി എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ ഹിസ്റ്റോറിക്കലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടൊരു പുസ്തകമായിട്ട് തന്നെയാണ് നമ്മളതിനെ പരിഗണിക്കുന്നത്. ലൂക്കായാണ് ആ പുസ്തകം എഴുതി. നമുക്കറിയാം, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടൊരു ചരിത്രകാരനാണ് ഈ മനുഷ്യൻ. അതിൻ്റേതായ എല്ലാ ഗൗരവത്തോടു കൂടിയും എഴുതാനായിട്ട് ശ്രമിച്ച, വളരെയേറെ പിന്നെ ഫാക്ച്വൽ ആയിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിച്ചൊരു പുസ്തകമായിട്ടൊക്കെ തന്നെയാണ് നടപടി പുസ്തകത്തെ നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത്. സുവിശേഷം എന്ന് പറയുന്നത് ഇങ്ങനെ വാക്കാണ്. ആ വാക്ക് ഇങ്ങനെ ശരീരമാകുന്ന ഒരു പുസ്തകമാണ് ഈ നടപടി എന്ന് പറയുന്നത്. യേശു ഇങ്ങനെ ഫിസിക്കലി പ്രസൻ്റ് ആയിരുന്നൊരു കാലത്തിൽ എന്തുമാത്രം അഗാധമായിട്ടും എന്തുമാത്രം അടുപ്പത്തോടും എന്തുമാത്രം ആഴത്തിലുമൊക്കെ തങ്ങളുടെ യേശുബോധം ചില മനുഷ്യർ ജീവിച്ചോ അത്രയും തന്നെ ശക്തമായിട്ട്, ചിലപ്പോൾ അതിനേക്കാൾ ശക്തമായിട്ട് യേശുവിൻ്റെ ഫിസിക്കലായ ഒരു ആബ്സെൻസിൽ കുറേ മനുഷ്യർ തങ്ങൾ യേശു ജീവൻ ജീവിച്ചതിൻ്റെ ഒരു ഭംഗിയുള്ള രേഖയാണ് ഈ നടപടി എന്ന് പറയുന്നത്. എനിക്ക് അടുപ്പമുള്ള ഒരു കുടുംബമുണ്ട്, ഒരു ഗൾഫിലാണ്. അവിടുത്തെ മകൻ നല്ലൊരു മ്യൂസീഷ്യനാണ്. അയാൾക്കൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. ആ സ്റ്റുഡിയോ ഇട്ടിരിക്കുന്ന പേര് ആക്സ് 29 എന്നുള്ള, നടപടി 29. അതിനകത്തൊരു ചെറിയ കൗതുകമുണ്ട്. കാരണം ആ പുസ്തകം വായിച്ചിട്ടുള്ള നമുക്കറിയാം, ഇങ്ങനെ 28 അധ്യായമുള്ളൂ നടപടി. 29-ാം അധ്യായം ഇയാൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ്. ഓരോരുത്തരും തങ്ങളുടെ ജീവിതചര്യ കൊണ്ട് ഈ നടപടി പുസ്തകത്തിന് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കേണ്ട ബാധ്യതയുണ്ട്. വാക്ക് ശരീരമാകുന്നൊക്കെ പറയുന്ന ചില വിചാരങ്ങളുടെ മുഴക്കം അങ്ങനെയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുന്നതും അനുഭവപ്പെടേണ്ടതുമൊക്കെ. അതിനകത്ത് ഏറ്റവും ഭംഗിയുള്ളൊരു മുഹൂർത്തം എന്ന് പറയുന്നത് ഈ പത്രോസിന് ചില വീണ്ടുവിചാരങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പുതിയ സഭാഗാത്രത്തിലേക്ക് ആരെയൊക്കെ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങളും ചർച്ചകളും ഒക്കെ അയാൾക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അയാൾ പിറന്ന ഒരു സംസ്കാരത്തിനകത്ത് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആരെയൊക്കെ ഒഴിവാക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചില ചട്ടങ്ങളുണ്ട്. ഒരു ഭക്ഷണക്രമത്തിനകത്ത് പോലും അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് കഴിക്കാം, എന്ത് കഴിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ ബേസിക്കായ കാര്യങ്ങൾക്കകത്ത് പോലും വളരെയേറെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപ്പോസ്തലന്മാരൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ച ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന, ഇൻക്ലൂസീവ് ആയിരിക്കുക എന്ന് പറഞ്ഞൊരു പാഠം അവർക്ക് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായിരുന്നു. പലരും വിചാരിക്കാറുണ്ട്, ഈ ഇൻക്ലൂസീവ് സകലത്തെയും ഇങ്ങനെ ചേർത്ത് നിർത്തുക, സകലത്തിനും ഇടം കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു മൂല്യം എന്നൊക്കെ പറയുന്നത് താരതമ്യേന കുറച്ച് കറണ്ടായിട്ടുള്ള, കുറച്ചൊരു മോഡേൺ മൂല്യമായിട്ടാണ് പലരും പരിഗണിക്കുന്നത്. വലിയ തെറ്റിദ്ധാരണ അത്. 2000 വർഷം പഴക്കമുള്ള നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ സകലത്തിനെയും സ്വീകരിക്കുക, സകലത്തിനും ഇടം കൊടുക്കുക, സകലത്തിനെയും സ്വാഗതം ചെയ്യുക എന്നുള്ളത് തന്നെ. അത്തരം ചില സമ്മർദ്ദങ്ങളുടെയും തർക്കങ്ങളുടെയും ഒക്കെ മീതെ ഈ പീറ്റർ ഇങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ അയാൾക്കൊരു സ്വർഗീയ ദർശനം ഉണ്ടാവുകയാണ്. ഒരു വലിയൊരു കൊട്ട അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനകത്ത് ഈ ഭൂമിക്ക് മീതെയുള്ള, ആകാശത്തിന് കീഴിലുള്ള സകലമാന ജീവജാലങ്ങളുമുണ്ട്. എന്നിട്ട് ഒരു സ്വരം കേൾക്കുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുതിനെക്കുറിച്ച് കൃത്യമായ തീർപ്പുകളുള്ള, കൃത്യമായ ചട്ടങ്ങളും ചിട്ടകളുമുള്ള ഒരു സമൂഹത്തിൽ പൊടിച്ചൊരു മനുഷ്യൻ എന്ന നിലയിൽ
ഇയാൾ വളരെ രോഷാകുലനായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഇങ്ങനെ എല്ലാം കഴിക്കത്തില്ല ഞാൻ, അശുദ്ധമായൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, നീ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ആ സ്വരം ഇയാളെ തിരുത്തുകയാണ്, ഞാൻ സൃഷ്ടിച്ചതിനൊക്കെ ശുദ്ധമെന്നും അശുദ്ധമെന്നൊക്കെ വിശേഷിപ്പിക്കാൻ നീ ആരാ, യു ഹാവ് ടു ഈറ്റ് ഇറ്റ്. എന്തൊരു ഭംഗിയുള്ള ദർശനം. പെന്തക്കോസ്തായ്ക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു ദർശനമായിട്ട് തന്നെ ഇതിനെ ഒന്ന് പ്രാർത്ഥനാ വിഷയമാക്കിയെന്നല്ല, ഇങ്ങനെ എല്ലാത്തിനെയും ഭക്ഷിക്കുക, എല്ലാത്തിനെയും സ്വീകരിക്കുക, എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു ബുദ്ധി ഉണ്ടാവുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട. എല്ലാത്തിനെയും സ്വീകരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. യേശു ഉടനീളം പുലർത്തിയിരുന്ന ഒരു മനോഭാവം അത്. നമുക്ക് വെറുതെ അവൻ്റെ അപ്പോസ്തല സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു സ്പെസിമിനാണ് അത്. 12 അപ്പോസ്തലന്മാരിൽ ആരൊക്കെയാണ് ഉള്ളത്? കുറച്ച് പേരിങ്ങനെ കൃത്യമായിട്ട് തങ്ങൾ പാർക്കുന്ന രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി വാളെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള മനുഷ്യർ. നമ്മളൊരാളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. തീവ്രവാദിയായ എന്നൊരു വാക്ക് സിമയോൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സൈമൺ എന്ന് പറയുന്നൊരു മനുഷ്യനൊക്കെ, എരിവുകാരനായ സൈമൺ എന്നൊക്കെയാണ് മലയാളത്തിലെ ആദ്യകാല ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുന്നത്. സീലട്ട് എന്നൊക്കെ പറയുന്ന ഒന്നാണ്. തീവ്രവാദികളാണ്. ഇതേ സമൂഹത്തിൽ തന്നെ മാത്യു ഉണ്ട്. മാത്യു ആവട്ടെ ഇവരെ ആരെയാണോ എതിർക്കാൻ ശ്രമിക്കുന്നത്, ആരുടെ മുഖത്തെയാണോ ഇങ്ങനെ തള്ളിമാറ്റാനായിട്ട് ശ്രദ്ധിക്കുന്നത്, അവർക്ക് വേണ്ടി കപ്പം പിരിക്കുന്ന മനുഷ്യനാണ്. കൃത്യമായിട്ട് അവരുടെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒറ്റുകാരനായ മനുഷ്യനാണ്. യൂഡസൊന്നും ആയിരുന്നില്ല ഒരുപക്ഷെ ഒറ്റുകാരനായിട്ട് ആദ്യം പരിഗണിക്കപ്പെടുന്നത്. ഈ ചുങ്കക്കാരായിരുന്നു വാസ്തവത്തിൽ ഒറ്റുകാരൻ. കാരണം അവർക്ക് വേണ്ടി പിരിക്കുകയും അവർക്ക് വേണ്ടി കഠിനമായ ശാഠ്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നവർ അങ്ങനെ തന്നെയായിരുന്നു ഈ സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരേ കൂടാരത്തിനകത്ത് ഒരു തീവ്രവാദിയും ഒറ്റുകാരനും കൂടി ഒരുമിച്ച് കിടക്കുക എന്ന് പറഞ്ഞൊരു സംഭവം തൊട്ട് ഉടനീളം യേശു പുലർത്തിയിട്ടുള്ള ഒരു വലിപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ യേശു വളരെ കാഷ്വലായിട്ട് കണ്ടെത്തുന്നതല്ല. എല്ലാ അപ്പോസ്തലന്മാരും ചോസനാണ്. ഒരു രാത്രി മുഴുവൻ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുലരിയിലാണ് ഈ 12 പേരെ ഹാൻഡ് പിക്ക് ചെയ്യുന്നത്. ഈ 12 പേരെ ഹാൻഡ് പിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ ബുദ്ധിമുട്ടും നമുക്ക് തർക്കങ്ങളും നമുക്ക് ഇൻ്റഗ്രിറ്റിയെക്കുറിച്ച് സംശയമുള്ള മനുഷ്യരെ എന്തിനായിരിക്കും യേശു തിരഞ്ഞെടുത്തത്? ഇത് വാസ്തവത്തിൽ നമ്മൾ ഈ പറയാനായിട്ട് ശ്രമിക്കുന്ന ഈ വലിപ്പമുള്ള മനുഷ്യരാകാനായിട്ടുള്ള ഒരു ക്ഷണത്തിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമായത് നമ്മുടെ സൗഹൃദങ്ങളിലേക്ക് എല്ലാത്തരം മനുഷ്യർക്കും ഇടം കൊടുക്കുക എന്നുള്ള അതിൻ്റെയൊക്കെ കുറേ കൂടി വലിപ്പമുള്ള ഒരു ദർശനമാണ് നമ്മൾ കാണുന്നത്. ഈ സകലത്തിനെയും സ്വീകരിക്കുക, ഒരു ഇൻ്റഗ്രേറ്റഡ് ആവുക എന്നുള്ളതിൻ്റെ അർത്ഥം. എല്ലാം അങ്ങനെയാണ്. വാസ്തവത്തിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ യേശു ഉപയോഗിച്ച പല പ്രതീകങ്ങളും വാസ്തവത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 153 മത്സ്യം കുരുങ്ങിയിട്ട് പൊട്ടാത്ത വല എടുക്കുക. 153 തരം മത്സ്യം നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഒരേ വലയ്ക്കകത്ത് എല്ലാത്തരം മനുഷ്യരുണ്ട്. അപ്പോൾ എന്തിനകത്തും ഈ ചുറ്റുപാടുകളെയും പരിസരത്തെയും ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്ന വലിപ്പമുണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രധാനം. പരിശുദ്ധാത്മാവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? നിങ്ങൾ ഇങ്ങനെ വലിപ്പമുള്ള മനുഷ്യരായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അടയാളം. നമ്മൾ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനെക്കുറിച്ച് വായിച്ച് കേൾക്കുന്നത്, അയാളുടെ പേര് സോളമൻ എന്നാണ്. സോളമന് ദൈവം കടൽ തീരം കണക്ക് ഉള്ള മനസ്സ് കൊടുത്തു. അപ്പോൾ അവനവൻ്റെ കുടിസു ശാഠ്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ക്ഷണമായിട്ട് ഈ നടപടി പുസ്തകത്തിലെ ആ സ്വർഗീയ ദർശനത്തെ ഒന്ന് ഓരോരുത്തർ അവരവരുടെ മെഡിറ്റേഷൻ വെച്ചാൽ നല്ലതാണ്. എത്ര ചെറിയ കാര്യങ്ങളുടെ മീതിയാണ് നമ്മൾ ഇങ്ങനെ മനുഷ്യർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചെറിയ ചെറിയ വിഭിന്നതകളുടെ പേരിലാണ് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശത്രുക്കളായിട്ട് മാറുന്നത്. യേശുവൊക്കെ സ്വപ്നം കണ്ട ഒരേ ആലയെന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ. വസ്തുതി ടാഗോറൊക്കെ സ്വപ്നം കണ്ട ഏകനീടം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അത്. ടാഗോറൊക്കെ പറയുന്നില്ലേ, ഇങ്ങനെ ലോകമെന്ന് പറയുന്നത് ഒരു കിളിക്കൂട് കണക്ക് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാലം എന്നൊക്കെ പറയുന്ന കണക്ക് യേശു ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇത്. ഒരേ ഇടയനും ഒരേ ആലയെന്നൊക്കെ പറയുന്ന സങ്കല്പമുണ്ട്. എല്ലാം ഇങ്ങനെ ഒരേ ആലയുടെ ഭാഗമാണ്. വാസ്തവത്തിൽ അതിൻ്റെ സൗന്ദര്യം കൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇപ്പോൾ എഴുത്തിലൊക്കെ നമ്മൾ വളരെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇങ്ങനെ പോളിഫോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കായിരുന്നു ഒരിക്കലത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ കാലത്ത് ഓരോ തിയറികളുണ്ട്. പക്ഷെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ പോളിഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം എഴുത്തിനുണ്ടാക്കിയ ഉന്മേഷം ഭയങ്കരമാണ്.
എല്ലാത്തരം മനുഷ്യർക്കും തങ്ങളുടെ അനുഭവങ്ങളും തങ്ങളുടെ കഥകളും രേഖപ്പെടുത്താനായിട്ടുള്ള ഇടമുണ്ട്, അവസരമുണ്ടെന്ന് പറയുന്നൊരു ധൈര്യമാണ് വാസ്തവത്തിൽ. പണ്ടൊക്കെ നമുക്കറിയാം ഇങ്ങനെ ന്യായാധിപന്മാർ മാത്രമായിരുന്നു ഒരുപക്ഷെ ആത്മകഥയൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രശസ്തമായ ചില ആത്മകഥകളൊക്കെ മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതേ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു ന്യായാധിപനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ജീവിതത്തെ അനുഭവിക്കുകയോ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുകയോ ജീവിതത്തിൻ്റെ വെളുമ്പുകളിലൂടെ നടക്കുകയോ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യരുമായിട്ട് സഹവസിക്കുകയോ ഒക്കെ ചെയ്ത ഒരു തസ്കറിന് പോലും എഴുതാനായിട്ട് എന്തെങ്കിലും ഉണ്ടാകും. അങ്ങനെയാണ് ഈ കള്ളൻ്റെ ആത്മകഥ എന്നൊക്കെ പറയുന്നത് യാതൊരുവിധ ഒരു പുച്ഛവോ പരിഹാസമോ ഇല്ലാതെ നമ്മുടെ ബുക്ക് റാക്കറ്റിൽ നമ്മൾ ഇരിക്കുന്നതും വായിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ എല്ലാത്തരം മനുഷ്യർക്കും അവരുടെ അനുഭവങ്ങൾക്കും പ്രസക്തി ഉണ്ടെന്ന് പറയുന്ന ആ പോളിഫോണി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഒരു പക്ഷേ ഈ പ്രാർത്ഥനയിലൊക്കെ സംഭവിച്ച ലിറ്റർജിയിലൊക്കെ സംഭവിച്ച ആ തർക്കങ്ങളുടെ പോലും പ്രശ്നം ഈ ഇൻക്ലൂസീവ് ആകുക എന്ന് പറയുന്ന ആ ഒരു യേശുബോധത്തെ നിരാകരിക്കുക എന്നുള്ളതാണ്. പലതരം മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതൊക്കെ ഒറ്റ ഭാഷയായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്ന പെന്തക്കോസ്ത എന്ന് പറയുന്ന സ്വപ്നസദൃശ്യമായൊരു കാലമൊന്നും നമ്മളത്ര മെഡിറ്റേഷൻ വെക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലും അവരുടേതായ താല്പര്യങ്ങളും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്ന ഒരു ലളിതമായ ഒരു സ്വാതന്ത്ര്യം പോലും ചിലപ്പോൾ കൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു റിഫ്റ്റൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പ്രാർത്ഥന മനസ്സിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബോധത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് സൂചനകൾ നൽകാൻ ഒന്ന് ഓർത്തെടുത്താൽ നല്ലതാണ്. ഒന്ന് നമ്മുടെ ഈ പരിപൂർണതയ്ക്ക് വേണ്ടി എന്ന് പറയുന്നൊരു ശാഠ്യം ഇങ്ങനെ ഉപേക്ഷിക്കുക എന്നുള്ള. നമ്മൾ പറയും യേശു പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാകാമെന്ന് പറഞ്ഞു. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. ഈ പരിപൂർണ്ണം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അല്ല, ഒരു ഉൽപ്പന്നമല്ല, ഒരു പ്രക്രിയയുടെ പേരാണ് പരിപൂർണ്ണം എന്ന് പറയുന്നത്. എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ അവിടുന്ന് ആഗ്രഹിച്ച കണക്ക് ഇങ്ങനെ സ്നേഹത്തിൻ്റെ സഞ്ചാരങ്ങളിൽ ഏർപ്പെട്ട് ആ സ്നേഹപൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു വിചാരമാണ് എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാകുക എന്ന വാക്കുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഓരോ മനുഷ്യരും കൃത്യമായിട്ട് അവർ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരാവണം എന്നുള്ള നമ്മുടെ ഭൗതികാർത്ഥത്തിലുള്ള സൂചനകളൊന്നുമല്ല. വസ്തുതയിൽ ഞങ്ങൾ ഈ കപ്പുജിൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഞങ്ങളുടെ ഒരു ആത്മകഥ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു പരിശീലന കാലഘട്ടങ്ങളിൽ ഈ പരിപൂർണത എന്ന് പറയുന്ന ഒരു പദം കാര്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ ഓരോരുത്തരെയും അവരവരായിട്ട് തന്നെ നിൽക്കാനായിട്ട് ഞങ്ങളുടെ മേലധികാരികളും കാരണന്മാരും ഒക്കെ ഞങ്ങളെ സഹായിച്ചു. കാര്യമായ ശിക്ഷകളില്ലാതെ കാര്യമായ തിരുത്തുകളില്ലാതെ ഓരോരുത്തർക്കും ഇങ്ങനെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരിടമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഈ സമൂഹം എന്നൊരു ബോധം ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ആഴപ്പെടുത്തി. ഫലത്തിൽ സംഭവിച്ചത് കുറേ അധികം ഇങ്ങനെ കൃത്യതയുള്ള സത്യസന്ധരായ യാഥാർത്ഥ്യബോധമുള്ള റിയലായിട്ടുള്ള മനുഷ്യർ ഞങ്ങളുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു. അത് ഞാൻ ഇപ്പോൾ പറയാനുള്ളൊരു കാരണം ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇങ്ങനെ 3 വർഷം കൂടുമ്പോഴൊക്കെ ഉള്ളൊരു എവാലുവേഷനാണ്. ഒരു 120ഓളം അംഗങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രവിശ്യയിൽ. ഈ 120 അംഗങ്ങളെയും വെറുതെ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ റഷസ് കാണുമ്പോഴേക്കും കണ്ടൊരാൾ പറയുന്നത് ഒരു ബോയ്സ് ഹോസ്റ്റലാണൊക്കെ ഇരിക്കുന്നത്. 80 വയസ്സ് തൊട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്, 30 വയസ്സ് വരെയൊക്കെ വരുന്ന ചെറുപ്പക്കാരുമുണ്ട്. അപ്പോൾ ഇതൊരു ബോയ്സ് ഹോസ്റ്റലാണൊക്കെ തോന്നുന്നു പറയുന്നതിൻ്റെ അർത്ഥം ഓരോരുത്തരും അവരവരുടെ ആ ഒരു പ്രത്യേക സങ്കല്പങ്ങളിൽ മുമ്പോട്ട് പോകാനും ജീവിക്കാനും തനതായിട്ട് നിലനിൽക്കാനും ഒക്കെ ആയിട്ട് ഈ സമൂഹത്തിൻ്റെ ഒരു രീതി അതിനെ സഹായിച്ചു. അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു വിചാരമല്ല. നസീസിലെ ഫ്രാൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പള്ളി തകരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ പള്ളി വീഴുകയാണ്, ഈ പള്ളിയെ പുതുക്കി പണിയാനായിട്ട് ഒരു കല്ല് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? കാരണം പള്ളി വീഴുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യരിങ്ങനെ ചങ്കെടുത്തുകൊണ്ടാണ് ഓടി വരുന്നത്. കാരണം എന്തൊക്കെ അപൂർണത ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ അയോഗ്യത ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും മനുഷ്യൻ്റെ ഒരു ആശ്രയം എന്ന് പറയുന്ന ഒരു ഇടമാണ് ഈ പള്ളി എന്ന് പറയുന്നത്, ആ ഒരു സഭാഗാത്രം എന്ന് പറയുന്നത്. അപ്പോൾ പള്ളി വീണാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഉത്തരമാണിത്, ഒരു കല്ല് തരാമോ? അപ്പോൾ ആ കല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ഈ മെഡിറ്റേഷൻസ് ഞങ്ങളുടെ ചെറിയ പ്രായത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പക്ഷേ ഫ്രാൻസിസ് പറഞ്ഞിട്ടുള്ളതാവത്തില്ല, ഫ്രാൻസിസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ ഇങ്ങനെ ക്രിസ്റ്റഫർ കൊയിലൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു വരി അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് അതിനകത്ത്. അതിങ്ങനെയാണ്, ഏത് കല്ലായാലും മതി, ചെത്തിയമിനിക്ക് കല്ലുകളാണെന്ന് ഒരു താല്പര്യമില്ല, രൂപഭംഗി ഇല്ലാത്തതിനെയും കൊണ്ടുവരും. അതൊരു വല്ലാത്ത ഇൻവിറ്റേഷൻ. ഏത് കല്ലായാലും മതി. ഒരു കെട്ടിടം പണിയുമ്പോഴേക്കും
എന്തെങ്കിലുമൊക്കെ ഒരു കെട്ടിടവുമായിട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ചെത്തിമിനിക്കിയ കല്ലുകൾ മാത്രമേ പാടുള്ളൂ, പെർഫെക്റ്റായ കല്ലുകളാണ്. അതിനാണ് ഈ തൂക്കുകെട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും ഒരു വളവോ ചരിവോ പാടില്ല. അപ്പം അതിനകത്ത് നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ പറയുന്നത് രൂപഭംഗിയില്ലാത്ത കല്ലുകളെ കൊണ്ടുവരിക, ഏത് കല്ലിനെയും കൊണ്ടുവരിക. അപ്പോൾ എല്ലാ കല്ലിനും ഇടമുണ്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ശാഠ്യങ്ങൾക്കകത്തൊക്കെ ഒരു കുറച്ചുകൂടി ഒരു ഇക്വിലിബ്രിയം, കുറച്ചുകൂടി ഒരു ബാലൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടിങ്ങനെ ദാമ്പത്യത്തിൽ വലിയ വിള്ളൽ വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് അയാളുടെ പുരോഹിതനോട് സംസാരിക്കുമ്പോഴേക്കും ഇയാളെല്ലാം കേട്ടിട്ട് പറഞ്ഞു, നീ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നിൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുക. ഒരു കാത്തലിക് രീതിയിൽ നിന്നൊക്കെ ഈ ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് അസാധ്യമായ ഒന്നാണ്. വളരെയേറെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് മാത്രം നടക്കുന്നൊരു കാര്യം ഇത്. അപ്പോൾ അത് അത്രയും ലാഘവത്തോടെ ഇയാൾ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെടുകയാണ്. എന്താ അങ്ങനെ അത്രയും എളുപ്പത്തിൽ അങ്ങ് പറയുന്നത്, അത്രയും സരളമായിട്ടുള്ള ഒരു തീർപ്പുകൾ അങ്ങ് ഇങ്ങനെ എത്തുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നീ മുഴുവൻ കേൾക്ക്. ഞാൻ ഡൈവോഴ്സ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിൻ്റെ മനസ്സിൽ നീ രൂപപ്പെടുത്തിയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പങ്കാളിയെക്കുറിച്ചുള്ളൊരു സങ്കല്പമുണ്ട്, ആ ചിത്രമുണ്ട്. അതിനകത്തുനിന്നാണ് നീ പുറത്ത് കിടക്കേണ്ടത്. അതിനകത്തുനിന്നാണ് നീ നിനക്കൊരു മോചനം പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ഒരു സങ്കല്പം നമ്മളൊന്നുകൂടി ഒന്നിങ്ങനെ റീഡിഫൈൻ ചെയ്താൽ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരിപൂർണമായിട്ട് പാലിക്കപ്പെടുന്ന ഒരൊറ്റ ഇടമേ ഉള്ളൂ, അത് സെമിത്തേരിയാണെന്നൊക്കെ പറഞ്ഞ് ഡിമല്ലോ ഒരു കഥ പോലും പറയുന്നുണ്ട്. ഒരാളുടെ തോട്ടത്തിൽ ഇങ്ങനെ ലോണുണ്ട്, നമുക്ക് ഈ പുൽമേടുണ്ട്. അതിങ്ങനെ ചെത്തിമിനുക്കാനായിട്ട് ഒരു കുട്ടിയെ ഏൽപ്പിക്കുന്നു. വൈകുന്നേരം വരുമ്പോഴേക്കും ഇയാൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, പലയിടത്തും ഇങ്ങനെ ഈ പുല്ലിങ്ങനെ ബൾജ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവൻ്റെ പണി ഈവനായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഉടമ പറഞ്ഞു, നിൻ്റെ പണി നീറ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഞാനത് ചെയ്യത്തില്ല സർ, ആ പുല്ല് വെട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് പണം തരാൻ പോകുന്നില്ല. പണം തന്നാലും കുഴപ്പമില്ല. എന്താ ഈ കുട്ടി ഇത്രയും അഡമൻ്റായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ അറിയാനായിട്ട് ഇയാൾക്ക് ഈ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു ജിജ്ഞാസ ഉണ്ടായി. അയാൾ ചെന്ന് നോക്കുമ്പോൾ ഇവൻ ഈ വെട്ടാതെ ഉപേക്ഷിച്ചിരുന്ന ഈ പുല്ലിനകത്തൊക്കെ ഇങ്ങനെ തവളയും തവളയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ കൂടി ഈ പുല്ലുവെട്ടി യന്ത്രം ഓടിച്ച് അതിനെ ഇങ്ങനെ ക്രഷ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ ഇങ്ങനെ പുല്ല് വെട്ടായിട്ടിരിക്കുന്നത്. അയാൾ പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്, വേർ ദർ ഈസ് ലവ് ദർ നീഡ് ടു ബി ഡിസോർഡർ. എവിടെയൊക്കെ ഇങ്ങനെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ ചില ക്രമലംഘനങ്ങൾക്ക് കൂടി പ്രസക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ വിധിക്കപ്പെടാൻ പോകുന്ന നിയമം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണെന്നൊക്കെ പിന്നീട് അപ്പോസ്തലന്മാരൊക്കെ പറയുന്നതിൻ്റെ പൊരുളതാ. അപ്പോൾ ഈ അപൂർണമായതിന് വേണ്ടി ഇടം കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സന്യാസത്തിലുമൊക്കെ അത് പലപ്പോഴും വലിയ ഹെവിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരു ഞങ്ങൾക്കിടയിലൊക്കെ സംഭവിക്കുന്ന ചില പാളിച്ചകളൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടോടു കൂടിയാണ് പലരും അത് വളരെ ജെനുവിനായിട്ടുള്ളൊരു ആഘാതം പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ വെറുതെ ഒന്ന് ഓർത്താൽ നല്ലതാണ്, ഈ സന്യാസത്തിൻ്റെ ചരിത്രത്തിനകത്തുമൊക്കെ ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതിൻ്റെ ചരിത്രത്തിൽ അതും കിടപ്പുണ്ട്. പണ്ടിങ്ങനെ കുരിശുദ്ധത്തിനൊക്കെ പോകുന്നത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായ ശരിതെറ്റുകളൊക്കെ ഇന്ന് വളരെ ഡിബേറ്റഡ് ആണ്. പക്ഷേ അതിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം, ആ കാലത്തിനകത്ത് ഈ യുദ്ധത്തിന് പോയ കുറേ അധികം പേര് കൊല്ലപ്പെട്ടു, കുറേ അധികം പേർക്ക് പരിക്കുകളുണ്ടായി, അംഗവൈകല്യങ്ങളുണ്ടായി. ഇങ്ങനെ ഈ അംഗവൈകല്യം ഉണ്ടായ മനുഷ്യർ, കരം പോയവരും കണ്ണ് ചൂർന്നു പോയവരും കാത് പോയവരും ഒക്കെ എങ്ങനെയാണ് മടങ്ങി വരിക? അവർ പോയത് വളരെ സുഭകരായിട്ട്, വളരെ ആരോഗ്യമുള്ളവരായിട്ട്, വളരെ ചെറുപ്പക്കാരായിട്ട്. അപ്പോൾ ഇത്രയും കുറവുകളോടുകൂടി തിരിച്ചു വരാനായിട്ടും തങ്ങൾ ഇട്ടിട്ട് പോകുന്ന ദേശത്തേക്ക് മടങ്ങിപ്പോകാനും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവരിൽ പലരും ഇങ്ങനെ ചെറിയ ചെറിയ സമൂഹങ്ങൾ രൂപപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഈ സഞ്ചാരപഥങ്ങളുടെ താഴ്വരകളിലൂടെയൊക്കെ ഇങ്ങനെ ഒത്തുകൂടി. അതൊക്കെയാണ് പിന്നീട് ഈ സന്യാസ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക ദിശയിലുള്ള പ്രത്യേക മേഖലയിലുള്ള നാന്ദിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പെർഫെക്റ്റായ മനുഷ്യരല്ല, ഇങ്ങനെ വൾണറബിലിറ്റി ഉള്ള, മുറിവുകളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, ക്ലേശങ്ങളുള്ള ചില മനുഷ്യർ കൂടി ചേർന്നിട്ടാണ് ഈ സന്യാസത്തിൻ്റെ സംസ്കാരത്തിന് ആരംഭം കുറിച്ചെന്നൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ പുലർത്തുന്ന ചില ശാഠ്യങ്ങൾ പോലും കുറേ കൂടി കമ്പാഷനേറ്റായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇൻക്ലൂസീവ് ആകാനായിട്ടുള്ള നമ്മുടെ ഒരു ക്ഷണത്തിനകത്ത് ഒന്നാമത്തെ ഒരു വിചാരം ഇങ്ങനെ അപൂർണതകൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള. അപൂർണമായ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനായിട്ട് അവകാശമില്ലേ? ഈ അപൂർണതകളുടെ പേരിൽ അവരെ പരിഹസിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾക്കുള്ളത്? ചോസൺ എന്ന് പറയുന്ന
ഒരു ചിത്രം എനിക്ക് തോന്നുന്നു യേശുവിനെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പോകാൻ പോകുന്നത് ചോസൻ എന്ന് പറയുന്നത്. അതിങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണത് വരുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർക്കത് പതുക്കെ ഒന്ന് കണ്ടു തുടങ്ങുന്നതല്ലായിരിക്കും. അതിനകത്ത് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾക്ക് ഇങ്ങനെ മുടന്തുണ്ട്. യേശു ആവട്ടെ ഇങ്ങനെ മുടന്തിനെ സൗഖ്യപ്പെടുത്തുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു, ബദിറിന് സംഗീതം കൊടുക്കുന്നു. ഈ കാഴ്ചകളൊക്കെ കാണുന്ന ഈ മുടന്തനായ അപ്പോസ്തലൻ കൊച്ചി യാക്കോബാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മീതെ എന്താ നിൻ്റെ ഒരു ശ്രദ്ധയില്ലാതെ പോകുന്നത്? അപ്പോൾ യേശു ഇങ്ങനെ വളരെ അനുഭവത്തോടെ ഇവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഈ ഒരു ചെറിയൊരു മുടന്നുണ്ട്, നിനക്ക് ഈ ഒരു സഞ്ചാരത്തിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു കാര്യം നീ മനസ്സിലാക്കണം, ബാക്കിയുള്ളവർക്കൊക്കെ എത്ര സ്പീഡാണ്, അവരെന്ത് വേഗത്തിലാണ് പോകുന്നത്. നീ ആവട്ടെ നിൻ്റെ ഈ കുറവ് കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരോടും ദുർബലരായ മനുഷ്യരോടും ഒക്കെ പക്ഷം ചേർന്നും ചാരേ നടന്നും ഒക്കെ സഞ്ചരിക്കുക. അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്ന് ഈ സീൻ കട്ട് ചെയ്ത് പോകുന്നത് ഈ മുടന്തനായ അപ്പോസ്തലൻ വേറൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ മുടന്ന് മാറ്റി കൊടുക്കുക. വേറെ ഏതൊരു ചലച്ചിത്രത്തിലാണെങ്കിലും അതൊരു വളരെയേറെ ഇങ്ങനെ ഒരു കൊമഡി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് രൂപപ്പെടാവുന്നൊരു ചിത്രം, ഒരു മൊമെൻ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക. അപ്പോൾ എല്ലാത്തരം അപൂർണതകളോടുകൂടിയും നിങ്ങൾക്ക് ജീവിതത്തെ സർഗാത്മകമായിട്ട് നേരിടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കൂടെ ജീവിക്കുന്നവരുടെ അപൂർണതകളെ പല ആവർത്തി പറഞ്ഞ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിൽ നിന്ന് പുറത്തു കിടക്കുക പ്രധാനം. വളരെയേറെ വ്യാഖ്യാനങ്ങളും വളരെയേറെ പഠനവും ആവശ്യമുള്ള ആ ഒരു ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരേ ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാൻ നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിധി കൊണ്ട്. ഇങ്ങനെ വലിയൊരു കൊട്ടയുണ്ട്, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കൊട്ടയിൽ നിന്നുകൊണ്ട് സകലത്തിനെയും ഭക്ഷിക്കാനാണ് പറയുക. ബൈബിളിൽ ഈ ഭക്ഷിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ള. എല്ലാത്തിനെയും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കൈകൂപ്പിയും കണ്ണു നിറഞ്ഞും മാത്രമേ നിങ്ങൾക്ക് ഈ പ്രപഞ്ചമെന്ന ആ വിരുന്നിൽ പങ്കാളിയാകാനും മടങ്ങിപ്പോകാനും ആവുകയുള്ളൂ. അതിനകത്ത് ഒരേ ഒരു പ്രായോഗിക വിചാരം മാത്രമാണ് നമ്മൾ പങ്കുവെച്ചത്. ഈ അപൂർണതകൾക്ക് വേണ്ടി കുറേ കൂടി ഹൃദയത്തെ വിശാലമാക്കുക. പൂർണ്ണതകളുടെ മീതെ ഇത്രയും ശാഠ്യം ആവശ്യമില്ല. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.